അല്ല ശ്രീ ഷാജിരാമൻ, പ്രധാനമന്ത്രി മോഡി വന്ന് ഇത് മഹാമോശം ബജറ്റ് പറയൂല്ലല്ലോ. ഒരു സാമ്പത്തിക റിപ്പോർട്ട്, പ്രധാനമന്ത്രി വന്ന് ഇത് മഹാമോശം ബജറ്റാണ് എന്ന് പറയില്ലല്ലോ. അദ്ദേഹം അങ്ങനെ പറയൂ. പ്രശ്നം അല്ല, പ്രധാനമന്ത്രി വന്ന് ഈ അവതരിപ്പിച്ചത് മഹാമോശം ബജറ്റാണ് എന്ന് പറയില്ലല്ലോ. പ്രധാനമന്ത്രി എന്ത് പറയണോ അതേ അദ്ദേഹം പറഞ്ഞു. സപ്പോസ് ടു ബി ഇവിടെ നമ്മൾ എയിംസ് വരുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആരാണ്? സുരേഷ് ഗോപിയാണ് അല്ലേ? അത് തൃശ്ശൂർ വേണോ, ആലപ്പുഴ വേണോ, പത്തനംതിട്ട വേണോ, കാസർഗോഡ് വേണോ, ഇനി അവിടെ ഒന്നും തന്നെ പൊള്ളാച്ചിയിൽ കൊണ്ടുകൊണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപിയാണ്. അതിവേഗ റെയിൽ ഒന്നുമില്ലാതിരിക്കുന്നിടത്ത് എന്ന് പറഞ്ഞ ആരാണ്? ഈ ശ്രീധരൻ വാർത്താ സമ്മേളനം വിളിക്കുന്നു, നാളെ അവിടെ പൊന്നാനിയിൽ ഓഫീസ് തുറക്കാൻ പോവുക. ഇതൊക്കെ പറഞ്ഞിട്ട് ഒന്നുമില്ലെങ്കിൽ അത് കേരളത്തെ അവഹേളിക്കലല്ലേ ശ്രീ ഷാജി രാഘവൻ? അങ്ങ് പറഞ്ഞുകൊണ്ട് ഇടപെടുന്നതല്ല. കാശ്മീർ ഞാൻ പറയാം, ഞാനതിലേക്ക് വരാം. ഇതിലെന്താ പ്രശ്നം എന്നറിയോ? നിങ്ങൾ ഈ പറയുന്ന 2-3 കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്ത് ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ മനഃപൂർവ്വം മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. അത് പറയാനുള്ളൊരു ബാധ്യത എനിക്കുണ്ട് ഈ ചാനൽ ചർച്ചയിൽ വരുമ്പോൾ. അതുകൊണ്ടാണ് ഞാനത് പറയാൻ ശ്രമിക്കുന്നത്. ഈ ബഡ്ജറ്റ് ഞാൻ ആദ്യം അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. BJPയും കേന്ദ്ര ഗവൺമെൻറ്റും ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടിട്ടുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വാഗ്ദാനങ്ങളും കൊടുത്തിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇത് വസ്തുതാപരമായിട്ടുള്ള അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ബഡ്ജറ്റാണ്. കേരളത്തിന് കിട്ടുന്നില്ല അല്ലെ കേരളത്തിന് കിട്ടിയില്ല എന്ന് പറയുന്നിടത്ത് തെറ്റാണ് ഞാൻ ചൂണ്ടിക്കടിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ചില വാഗ്ദാനങ്ങൾ മാത്രമാണോ? ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളല്ലേ? ഈ ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറീസ് ഒരുപക്ഷെ കേരളം പോലുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുണ്ടോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ നമ്മൾ 40,000 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഇലക്ട്രോണിക്സ് മേഖലയും AI മേഖലയിലും അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ആ മേഖലകളിലൊക്കെ ആയിട്ട് തന്നെ. ഇന്ന് കേരളത്തിലെ ഏറ്റവും അധികം തൊഴിലില്ലായ്മ നേരിടുകയും അതേപോലെ തന്നെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ ധാരാളമുള്ള ഈ സംസ്ഥാനത്ത് ആ പദ്ധതിയുടെ പ്രയോജനം ആർക്കാ കിട്ടുന്നത്? ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ കേരളത്തിലെ ആൾക്കാർക്കല്ലേ. അങ്ങനെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള പൊതുവായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ ശ്രീ പ്രേമേന്ദ്രൻ സൂചിപ്പിച്ചു. നമ്മുടെ കേരളത്തിൽ കിട്ടിയിട്ടുള്ള ഇടനാഴി അതെന്ത് മോശമാണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കേരളത്തിൻ്റെ ഈ കൊല്ലം ഭാഗത്ത് ഒക്കെയുള്ള ഈ പറയുന്ന കരിമണൽ എത്രയോ കാലമായിട്ട് ഇവിടെയുണ്ട്. നമ്മൾ കേരളം എത്രയോ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പ്രകൃതിദത്തമായിട്ടുള്ള ഈ വരുമാനം, ഈ സ്വത്ത്, ഈ സ്വർണ്ണഖനി ഇത് ഉപയോഗിക്കാൻ കേരളം ഇന്നേ വരെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഇന്നും കേരളത്തിൻ്റെ റവന്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടി ലോട്ടറിയും മദ്യവും ഒക്കെ മാത്രം ചിന്തിക്കുന്ന കേരളത്തിൻ്റെ മുമ്പിൽ കേരളം ഒരു വഴി തുറന്നിട്ടിരിക്കുക. ആ വഴി എന്ന് പറയുന്നത് കേരളം മാത്രമല്ല, രാജ്യത്ത് തന്നെ കരിമണൽ ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന 4 സംസ്ഥാനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു കോറിഡോർ സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ആർക്കാണ് ഹാഷ്മി? കേരളത്തിനല്ലേ, കേരളത്തിലെ ചെറുപ്പക്കാർക്കല്ലേ. ഇവിടെ എത്ര കണ്ട് വ്യവസായങ്ങൾ വരുന്നു, കേരളത്തിൻ്റെ റവന്യൂ വർദ്ധിക്കില്ലേ? അപ്പോൾ ആ സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ അതിനെ അംഗീകരിച്ച ഒരു ബഹുമാന്യനായ MP പോലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ സംശയം ഇത് വൻ സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. അത് കേന്ദ്രത്തിന്റെ ശാപമാണ്. നീ അത് കേന്ദ്രത്തിന്റെ സമീപനം കൊണ്ടും പ്രഹ്ലാദ് ജോഷിയുടെ ഒരു യു ടേൺ കൊണ്ടും ഒക്കെയാണ് ആ സംശയം ഉണ്ടാവുന്നത്. അത് നമുക്ക് നോക്കാം, നമുക്ക് വരും കാലങ്ങളിൽ നോക്കാം അത് ഏതെങ്കിലും തരത്തിൽ ദുരുദ്ദേശം ഉണ്ടോ കേരളത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണോ. പക്ഷെ പ്രശ്നം അതല്ല ഷാജി രാഘവൻ. ഇവിടെ എയിംസ് ഉണ്ടാവുമെന്ന് ഒരു കേന്ദ്രമന്ത്രി തന്നെ ഇറങ്ങിയെന്ന് പറയുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.